ഇന്ന് നമുക്ക് പെരുന്നാളിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ എല്ലുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 5 പീസ് ഇഞ്ചി, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തത്, പിന്നെ ഒരു 5-6 പച്ചമുളകും, പിന്നെ കുറച്ച് പെരിയ ജീരകവും. അത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണേ. പിന്നെ നമുക്ക് ആവശ്യം വലിയുള്ളിയാണ്. അത് ഇതേപോലെ ചെറുതായി അരിയണം. ഒരു 4 വലിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതേപോലെ ചെറുതായി അരിഞ്ഞത് ഒരു 3 തക്കാളി നമുക്ക് എടുക്കാം. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്, 1 കിലോ അരിക്ക്. അപ്പോൾ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് കേട്ടോ, ഒരു ഫുൾ ചെറുനാരങ്ങ നീര് നമ്മൾ എടുക്കുന്നുണ്ടേ. പിന്നെ കുറച്ച് തൈരും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതൊന്നൊരു 3 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിൽ ഉള്ളി തക്കാളി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 4 വിസിലൊക്കെ വേവിക്കാം. ഇനി നമുക്ക് അരി, നമ്മളിവിടെ ജീരശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 3 വട്ടമൊക്കെ കഴുകേണ്ടി വരും. അതിലത്തെ ആ വെള്ള കളറൊന്ന് കമ്മിയാവുന്ന വരെ നമുക്ക് കഴുകിയെടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് റൈസ് വെക്കാൻ വേണ്ടി ഒരു ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും, പിന്നെ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് ഇട്ട് കൊടുക്കണം. കറുവപ്പട്ട, ഇല, ജീരകം, കുരുമുളക് എന്ന എല്ലാം അതിലുണ്ടാവും. എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കരിയാൻ പാടില്ല. അത് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അരിയുടെ അളവിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ആദ്യം നമ്മൾ എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ അരി ഒട്ടലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് തിളക്കാൻ വിടണേ. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം. ഒരു 3 ഉള്ളി എടുക്കാം നമുക്ക്. ഇത് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഇടാനും വേണം. അധികം കരിയാൻ പാടില്ല. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് എടുക്കണം, ഇതേപോലെ വറുത്തിട്ട് കരിയാണ്ട്. നമ്മുടെ കയ്യിൽ മുന്തിരി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ മുന്തിരി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ആ ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിലടിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ ആ മസാല ഫുള്ളായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയാൻ പാടില്ല. ലൈറ്റായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ വെള്ളത്തോട് കൂടിയ ബീഫ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ.
നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് അതിൽ ബാക്കി വെക്കണം നമ്മൾ റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്നൊരു 3-4 സ്പൂണ് മസാല നമുക്ക് ഊറ്റിയെടുത്ത ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും മാറ്റി വയ്ക്കാം, ആ റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ബീഫ് നല്ലപോലെ വേവും ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമുക്ക് നമ്മളെ റൈസ് ഇട്ട് കൊടുക്കാം. ഇതധികം വെള്ളമായി കഴിഞ്ഞാൽ റൈസിലും വെള്ളം കൂടി ആകെ പെനയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം നമുക്ക് റൈസ് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മസാല ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ആ ഗ്രേവിയിൽ നിന്ന് എടുത്താണത്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും പിന്നെ ആ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ലൈറ്റ് ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. കിട്ടില്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് ഗൈസ്. നമുക്ക് പെരുന്നാളിനൊക്കെ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.